RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന റയൽ മാഡ്രിഡ് ലിവർപൂൾ മത്സരത്തെ കുറിച്ചാണ്. ആൻഫീൽഡിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ട് 1-0 പരാജയപ്പെടുത്തിയിട്ട് ലിവർപൂൾ തിരിച്ചു വരികയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂൾ ആസ്റ്റൺ വില്ലയായിട്ട് വിജയിച്ചു. ആസ്റ്റൺ വില്ലയായിട്ട് വിജയിച്ചാൽ തന്നെ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് അവർക്കൊരു ഊർജ്ജം നൽകി. എന്താ പറയുന്നത്, തുടർച്ചയായിട്ടുള്ള തോൽവി, സീസണിൽ അട്ടപ്പെട്ടെല്ലാം ഒരുപാട് മില്യൻസ് ഒക്കെ ചെലവാക്കി അട്ടപ്പെട്ടെല്ലാം മൂച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തിരിച്ചു വരും. അതും റയൽ മാഡ്രിഡ് കട്ട ഫോമിൽ നിൽക്കുന്ന ഒരു റയൽ മാഡ്രിഡ് സാബി അലോൺസോന്റെ റയൽ മാഡ്രിഡിനെ 1-0 നിന്ന് തന്നെ ആ കോർട്ടവ, അതും റഫറിയുടെ ഒരു തുണയുള്ളത് കൊണ്ട് മാത്രമാണ്. കോർട്ടവയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായി ലിവർപൂളായിട്ട് കളിക്കുന്ന സമയത്ത് എമ്മാതിരി സേവുകൾ, ഇന്നലെ ഔട്ട് ഓഫ് 8 സേവുകൾ നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് മുമ്പത്തെ സീസണിൽ നടന്നതിൽ 9 സേവുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോർട്ടവയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ബിഗ് മാച്ചുകളിൽ കോർട്ടവ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബാഴ്സലോണ ആയിക്കോട്ടെ, ഒരുപാട് ടീമുകൾ കഴിഞ്ഞ സീസണിൽ ഒരു ഗോളുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും കൂടെ ബിഗ് മാച്ചുകളിൽ ഈ കോർട്ടോയുടെ സേവുകൾ, അതിൽ എനിക്ക് പറയാനുള്ള ഒരുപാട് ഹൈപ്പാക്കാനില്ല. കുറെ സേവുകൾ എന്ന് പറഞ്ഞാൽ കോർട്ടോ ഡയറക്റ്റ് ഹാൻഡിലും അതേപോലെ ജസ്റ്റും നേരെയൊക്കെയാണ് ബോൾ വന്നിട്ടുള്ളത്. നമുക്ക് വാൻഡക്കിന്റെ ഹെഡും അതൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും കുറെ സേവുകൾ അങ്ങനെയുള്ളത്. എന്നാലും ഒരു 4-5 സേവുകളൊക്കെ ആള് കിടലിനായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. അത് കാരണം മാത്രമാണ് ഇന്നലെ റയൽ മാഡ്രിഡിനെതിരെ ലിവർപൂൾ 1-0 അവസാനിച്ച് ചുരുങ്ങിയത് ഒരു 3 ഗോളെങ്കിലും കയറേണ്ടതായിരുന്നു. അത് ഗോൾ കീപ്പറുടെ മാത്രം മികവെന്ന് പറയാൻ പറ്റില്ല. ലിവർപൂളിന്റെ അറ്റാക്കേഴ്സിന്റെയും മിഡ്ഫീൽഡറിന്റെയും ഫിനിഷിംഗ് ഇല്ലായ്മ കൂടിയാണ് അതിൽ കാണിക്കുന്നത്. പറഞ്ഞാൽ ആ ഒരു 2-3 ചാൻസ് ഒക്കെ കിടലായിട്ട് ഗോളാക്കാൻ പറ്റുന്നതായിരുന്നു. അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ഫിനിഷിങ്ങിലെ പോരായ്മ തന്നെയാണ് മെയിനായിട്ട്. അതുകൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ലിവർപൂൾ കംപ്ലീറ്റ്ലി ആ ഒരു പഴയ ലിവർപൂളിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്നത്തെ മത്സരത്തോട് കൂടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിഫൻസിലായിക്കോട്ടെ, നമ്മുടെ ഡിഫൻസിലായിരുന്നു ഈ ലിവർപൂളിന്റെ കുറെ പോരായ്മകൾ നമുക്ക് തുറന്ന് കാണിച്ചത്. ആസ്റ്റൺ വില്ലയായിട്ടുള്ള മത്സരത്തിലും ലിവർപൂളിന്റെ ആ ഒരു കോംബോ ഉണ്ടല്ലോ, വാൻഡേക്കും ഇവനായിട്ടുള്ള കോംബോ ഉണ്ട്. അവർ രണ്ടുള്ള കോംബോ ഇതുവരെ വർക്ക് ആയിട്ടില്ല. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ ഗംഭീരായിരുന്നു. അവസാനത്തെ 14 മത്സരങ്ങളിൽ 13 മത്സരങ്ങളും വിജയിച്ചു വരുന്ന റയൽ മാഡ്രിഡാണ് ഇന്നലെ 1-0. ഈ 1-0 പരാജയപ്പെടുത്തി പറഞ്ഞാൽ ചെറിയ ഇതൊന്നല്ല. എന്താ പറഞ്ഞാൽ കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം, ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡിലായിക്കോട്ടെ, അറ്റാക്കിങ്ങിലായിക്കോട്ടെ, മൊത്തത്തിൽ കോച്ചിന്റെ ഒക്കെ കുറച്ച് പോരായ്മകൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് സാൾട്ട് അവിടെ ഇറക്കിയിട്ടുള്ള ആ ലിവർപൂളിനെ. അപ്പൊ ആൻഫീൽഡ് എന്ന് പറഞ്ഞാൽ സുമാബ എന്ന് ചോദിക്കുന്നവരോട് ആൻഫീൽഡ് ഒരു തന്നെയാണ്. എന്താ പറഞ്ഞാൽ ആ ഒരു സ്റ്റേഡിയത്തിന്റെ ഒരു പൊട്ടൻഷ്യലും അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗ്രൗണ്ടിന് അടുത്താണ് ആൻഫീൽഡിന്റെ അവരുടെ ഓരോ ഫാൻസും നിൽക്കുന്നത്. എന്താ പറഞ്ഞാൽ അത്രയും ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾ വരെ പ്ലേയേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആരാധകർക്ക് കഴിയും. അതാണ് അവിടുത്തെ ആ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത. അത്രയും ക്ലോസ് ആയിട്ട് അങ്ങനെ കുറെ സ്റ്റേഡിയങ്ങൾ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ആൻഫീൽഡിന് ആ ചുവന്ന ആൻഫീൽഡിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇന്നത്തെ കളിയിൽ എടുത്തു പറയാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പേരും പറയണം. അതിലും മികച്ച 2-3 പേരുടെ പേരാണ് ഞാൻ ഇന്ന് ഒരു വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് നമ്മുടെ ബ്രാഡ്ലി, ഈ ചാങ്ങയുടെ കളി ഒരു രക്ഷയില്ല. കഴിഞ്ഞ ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ എംബാപ്പേനെ പോക്കറ്റിലാക്കിയപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ വിനീഷ്യസിനായിരുന്നു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. വിനീഷ്യസിനെ നന്നായി പൂട്ടി അനങ്ങാൻ വീട്ടിൽ അവസാനം ഒരു പെനാൾട്ടിക്ക് വേണ്ടിയിട്ട് വിനീഷ്യസിന്റെ മുഖത്തെന്തോ കൈ കൊണ്ടുവന്നിട്ട് വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. പെനാൾട്ടീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ആ ഒരു കിക്ക് പെനാൾട്ടി ആയില്ല, ആരുടെ എന്ത് എവിടെ വെച്ചതൊന്നും പറയുന്നില്ല. പെനാൾട്ടി വിളിച്ചിട്ട് വാർന്നു കൊടുത്തിട്ട് ഈ റയൽ മാഡ്രിഡിന് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് ഈ ഒരു നാച്ചുറൽ പൊസിഷൻ, ഈ ഹാൻഡ് ബോൾ. ഇതിന് മുമ്പുള്ള കളികളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ബാഴ്സയുടെയും അതേപോലെ മറ്റുള്ള കളികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഈ ഒരു പെനാൾട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു നോർമൽ പൊസിഷനും ഇല്ല, ഒരു ഇതും ഇല്ല. ഇത് ബോസിങ് പോകുന്ന ബോൾ കയ്യിൽ തട്ടുമ്പോൾ അത് ഇനിയിപ്പോ ഫുട്ബോളാണ്, വാറുണ്ട്, റൂൾസുകളുണ്ട്. നമുക്ക് പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണാനല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ആ ഒരു പെനാൾട്ടി സുന്ദരമായിട്ട് പെനാൾട്ടി വിധിച്ചതിന് ശേഷം വാറിനെ ചെക്ക് ചെയ്തു. അത് സെക്കൻഡ് വാറിലെ ഒപ്പീനിയനിൽ എടുത്തപ്പോൾ അത് പക്ഷെ ഒരു ഫൗള് പോലും പെനാൾട്ടി ബോക്സിന്റെ പുറത്ത്, കുറെ പേരൊക്കെ പെനാൾട്ടി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ടാണ് കയ്യിൽ ടച്ച് ആവുന്നതെന്ന് പറയുന്നത്. പക്ഷെ നല്ല ഫൗള് വരെ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് അങ്ങനെയാണ്. അപ്പോ ഇന്നലത്തെ കളിയിൽ പിന്നെ എടുത്ത് പറയേണ്ടത് മാക്കലിസ്റ്ററിന്റെ തിരിച്ചുവരവ്. മാക്കലിസ്റ്റർ കുറച്ചു കാലമായിട്ട് ഈ ഒരു സീസണിൽ വലിയ ഫോമിലല്ല. കഴിഞ്ഞ സീസണിൽ മിന്നും ഫോമിൽ ആ 10ാം നമ്പറിന് അനുസ്മരിപ്പിക്കുന്ന ഒരു കളിയാണ് ഉണ്ടായത്. ലിവർപൂളിന്റെ എല്ലാത്തിനും മുൻകൈ എടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങേരുടെ ഒരു ഫോമില്ലായ്മ ഭയങ്കരമായിട്ട് ലിവർപൂളിനെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താ പറഞ്ഞാൽ സ്ഥിരമായിട്ട് കളിക്കുന്ന ആ ഒരു മിഡ്ഫീൽഡ് ഉണ്ടല്ലോ, അതില്ലാതെ അങ്ങനെ പൊളിയുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു കോംബോ വർക്ക് ചെയ്യാൻ, ആ 3 പേരായിട്ടുള്ള കോംബോ വർക്ക് ചെയ്യാൻ പണിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മാക്കലിസ്റ്റർ ആസ്റ്റൺ വില്ലയ്ക്കെതിരെയും അതേപോലെ ഇന്നത്തെ മത്സരത്തിൽ ഇന്നത്തെ മത്സരം മാൻ ഓഫ് ദി മാച്ചും തൂക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലിവർപൂൾ വിസസ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആശാനാണ് തൂക്കിയത്. അപ്പോൾ ആളുടെ ഒരു മികവും ഇന്നലെ എടുത്തു പറയണം. അല്ല ബാൻഡേജ്, ഇവരുടെ 2 പേര്, അതേപോലെ കൊണാട്ട, ഇവർ 2 പേരുടെയും ഡിഫൻസിൽ
ഉള്ള ഒരു കോംബോ ഇന്നലെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ബ്രിഡ്സ് എവിടെ ചോദിക്കുന്നവർക്കുള്ള മറുപടി ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. ബ്രിഡ്സിനെ കളിപ്പിക്കേണ്ട സ്ഥലത്ത് കളിപ്പിച്ചാൽ ബ്രിഡ്സ് കളി ഫോമായി. എപ്പോഴും മിഡ്ഫീൽഡിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലും റോളിലേക്ക് എന്തുവരെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ശൈലി മാറ്റിയിട്ടൊന്ന് കളിപ്പിച്ചു സാൾട്ട്, അത് ക്ലിക്കായി. ഇന്നലെ വിങ്ങുകളിലുള്ള മുന്നേറ്റം, അതേപോലെ നമ്മുടെ മുഹമ്മദ് സാലയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. മുഹമ്മദ് സാല മോനെ ഒരു രക്ഷയിൽ ഇന്നലെ ഗോളുകളൊന്നും സ്കോർ ചെയ്തില്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ആളുടെ കാലിൽ ബോൾ കിട്ടുമ്പോഴൊക്കെ നമ്മുടെ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസ് തരിപ്പണായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവർപൂളിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ പഴയ പ്ലേയേഴ്സും പുതിയ പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ ആ ഒരു ടീമിൽ. അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങുന്ന സമയത്ത് ഇന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇസാക്കില്ല, അങ്ങനെ ഗ്യാങ് പോക്ക് ഇല്ല, അങ്ങനെയൊക്കെ ഇല്ലാതെ പുതിയ ഒരു 11 ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മിഡ്ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ 3 പേര് കളിച്ചവര് ഒരു രക്ഷയില്ല മോനെ. അപ്പോ തീർച്ചയായിട്ടും ലിവർപൂൾ ഈ സീസണിൽ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഇനി അടുത്ത മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് മത്സരം വരുന്നത് എത്രത്തോളം, ഈ 2 മത്സരങ്ങൾ കുറച്ച് ടഫാണ്. അപ്പൊ എത്രത്തോളം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആരൊക്കെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയും കൂടെ മറികടക്കുകയാണെങ്കിൽ ലിവർപൂൾ തിരിച്ചു വന്നു ഉറപ്പിക്കാം. അപ്പൊ എന്തായാലും ലിവർപൂൾ ഫാൻസ് ഒക്കെ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറഞ്ഞാൽ നോർമൽ 1-0 ഒരു വിജയമായിരുന്നെങ്കിലും അവരുടെ ആൻഫീൽഡിൽ ലിവർപൂൾ എന്തായിരുന്നോ കളിക്കേണ്ടത്, ആഗ്രഹിച്ചത്, അത് കറക്റ്റായിട്ട് ഫാൻസിന് എന്താണ് കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ലിവർപൂൾ ആരാധകരും ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരാം. സ്റ്റാറ്റസിലേക്ക് വരണമെങ്കിൽ 15 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ 10 എണ്ണം ഓൺ ടാർജറ്റിലേക്കാണ്. അപ്പൊ തന്നെ കോർട്ടോടെ മികവോടെ നോക്കിയാൽ മതി. റയൽ മാഡ്രിഡ് ആണെങ്കിൽ 7 ഷോട്ടുകളാണ്, അതിൽ 2 എണ്ണം മാത്രം ഓൺ ടാർജറ്റ്. അത് സെക്കൻഡ് ഹാഫിൽ തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ 0 ഓൺ ടാർജറ്റ് ആണ് റയൽ മാഡ്രിഡ്. അപ്പൊ റയൽ മാഡ്രിഡിന്റെ അറ്റാക്കിങ്ങിന്റെ മൊന ശരിക്കും ഡിഫൻഡർമാരെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. 43% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്ന ലിവർപൂൾ 57% ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡ്. 310 പാസുകൾ ലിവർപൂൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 482 പാസുകളാണ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തത്. 85% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു, 91% റയൽ മാഡ്രിഡ് പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. ഫൗൾസ് കംപ്ലീറ്റ് ചെയ്ത 14-13 യെല്ലോ കാർഡ് 1 റയൽ മാഡ്രിഡ് 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫ് സൈഡ് 2 അവിടെ റയൽ മാഡ്രിഡ് 0 ആയിരുന്നു. 4 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ റയൽ മാഡ്രിഡ് 2 കോർണേഴ്സ് മാത്രമേ വിൻ ചെയ്തുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ ഉണ്ട് റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച ലിവർപൂൾ ആരാധകർക്ക് ആഘോഷിക്കാനുള്ളത്. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കാം.